നമസ്കാരം. ഇന്ന് നമ്മള് യൂക്കാലി തൈലം എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. അതുണ്ടാക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ പിറകിൽ കാണുന്നതാണ് അതിൻ്റെ ചേമ്പർ. അതിൽ നീരാവിയായിട്ട് വാറ്റിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏകദേശം 250 കിലോ ചപ്പോളം ഇതിൽ നിറയ്ക്കും. ആ ചെമ്പില് അടിയിൽ വെള്ളം വെക്കും. ഒരു 100 ലിറ്റർ വെള്ളം അടിയിൽ എന്നിട്ട് ഇതിങ്ങനെ ഇതേപോലെ തീ അടിയിൽ വെച്ചിട്ട് വെള്ളത്തിന്റെ ആവി ചപ്പിലേക്ക് കയറ്റും. ചപ്പിന്റെ ആവി വെള്ളത്തിന്റെ ആവി കൂടി കോയിൽ കൂടി വരും. ആ കോയിൽ കൂടി അങ്ങനെ കൂടി വരും. ആവിയായിട്ട് വരിക. വെള്ളത്തിന്റെ ആവിയും തൈലത്തിന്റെ ആവിയും. എന്നിട്ട് അവിടെ റിങ് പൈപ്പാണ്, അതിന്റെ എൻഡാണ് അവിടെ ഉള്ളത്. എന്നിട്ട് അത് തണുപ്പിച്ചിട്ട് വെള്ളം തൈലം കൂടി അവിടെ വന്ന് ചാടും. വെള്ളത്തിന്റെ ആവിയാണ് വെള്ളത്തിൽ പോണം. അവിടെ ഔട്ടായിക്കൊണ്ടിരിക്കുന്നത്. തൈലം അതിനകത്ത് ചോറും കനം കുറവായതുകൊണ്ട് ഇതിലിപ്പോ തണുത്ത വെള്ളം ഈ ടാങ്കിൽ തണുത്ത വെള്ളം എന്ന് പറഞ്ഞാൽ ഇവിടെ വരെ തണുത്ത വെള്ളമായിരിക്കും. ഇതിന് മേലേക്ക് ചൂടാവും. തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഫുൾ ആവി വരുന്ന പൈപ്പാണ്. ആവി വരുന്ന പൈപ്പാണ്. ഈ വെള്ളം ചൂടാവൂല്ലേ? ഇവിടെ നല്ല ചൂടായി. ഈ ബക്കറ്റിൽ കാണുന്ന സാധനം കനം കുറവായതുകൊണ്ട് തൈലം മേലെ അങ്ങനെ പൊന്തിക്കും. ഒരു എത്ര മണിക്കൂർ വേണം? ഒരു 100 ലിറ്റർ ഒരു മണിക്കൂർ കൊണ്ട് ഏകദേശം ഒരു 2.5 ലിറ്റർ സാധനം കിട്ടുള്ളൂ. ഒരു മണിക്കൂർ കൊണ്ട് കത്തിച്ചാൽ 2 ലിറ്റർ കിട്ടുള്ളൂ. അടിയിൽ വെള്ളം തൈലം അങ്ങനെയാണ്. അതിന്റെ അടിയിൽ തൈലം അടിയിൽ വെള്ളം ഈ മുകളിൽ ഇങ്ങനെ പൊന്തി പാട പോലെ കണ്ടില്ലേ, അതിന്റെ മേലെ പൊന്തിക്കുന്നതാണ് തൈലം. അത് ഫിൽട്ടർ ചെയ്തെടുക്കുക അല്ലേ? തൈലിട്ടാവില്ല, വെള്ളത്തിൽ ആവില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ കാണുന്ന യൂക്കാലി ലീഫിനെ തൈലമാക്കി മാറ്റിയെടുക്കുന്നത്.